ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൽ ബ്രദേഴ്സ് മീഡിയ. നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അപ്പൊ അതിലെ ഫോക്കസ് പോയിന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് പഠിക്കേണ്ടത് AC ജനറേറ്റർ ആണ്. പക്ഷെ ഈ ടോപ്പിക്ക് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് ആറാമത്തെ ചാപ്റ്ററിനകത്താണ് പറയുന്നത്. ഞാൻ ഈ ചാപ്റ്റർ ഉൾക്കൊള്ളിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 3 സർക്യൂട്ട് പഠിക്കുന്നത്. 3 സർക്യൂട്ടേ പഠിക്കാവുള്ളൂ. 3 സർക്യൂട്ടും ഒരു ട്രാൻസ്ഫോമർ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാവുള്ളൂ. അപ്പൊ ആദ്യം എന്താണ് AC ജനറേറ്റർ? കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അത് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 വേർഡ്സിന് വേണ്ടിയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ് AC ജനറേറ്ററിന്റെ യൂസ് എന്ന് പറഞ്ഞത്? ഇപ്പൊ AC ജനറേറ്റർ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? AC ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അവിടുത്തെ എനർജി കൺവേർഷൻ എന്താ? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജിയായി മാറുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് ചോദിക്കും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതായത് നമ്മൾ 6ാം ചാപ്റ്റർ പഠിക്കുന്ന പോലെ ഒരു കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് മാഗ്നറ്റിക് ഫ്ലക്സ്, അത് മാഗ്നറ്റിക് ലൈൻസ് ചേഞ്ച് വന്നാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഒരു മാഗ്നറ്റ്, നമ്മൾ അതിനെ ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയും. പാർട്സ് ഒന്നാമത്തെ എന്താണ്? ഒരു ഫീൽഡ് മാഗ്നറ്റ്. പേര് മാത്രം മതി, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പണ്ട് പഠിച്ച. പിന്നെ നടുക്ക് ഒരു കോയിൽ ഉണ്ട്, ആർമേച്ചർ കോയിൽ എന്ന് പറയും. രണ്ടാമത്തെ എന്താ? ആർമേച്ചർ കോയിൽ. കോയിൽ പഠിച്ചാൽ മതി, ആർമേച്ചർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഞാൻ പടത്തിൽ അടയാളപ്പെടുത്തില്ല, വരച്ചിട്ടില്ല, കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല. ഒന്ന് സ്ലിപ്പ് റിങ്സ്, 2 ഉണ്ട്. പിന്നെ കാർബൺ ബ്രഷസ് ഉണ്ട്. കാർബൺ ബ്രഷസ് അതായത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയെ അല്ലെങ്കിൽ കറണ്ടിന് പുറത്ത് കൊണ്ടുപോകാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് 2 ഉപയോഗിക്കുന്നത്. സ്ലിപ്പ് റിങ്ങും കാർബൺ ബ്രഷസും ഉപയോഗിക്കുന്നത്. ഫീൽഡ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നോർത്ത് നിന്ന് സൗത്തിലോട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആർമേച്ചർ ആണ് അവിടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത്. ആർമേച്ചർ ആണ് കറങ്ങുന്നത്. അപ്പൊ ഈ ആർമേച്ചർ കറങ്ങുന്ന അനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരികയും അതിനൊരു EMF ഉണ്ടാവുന്നു, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നിങ്ങൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ഈ വർഷം പഠിക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാവുന്ന പുറത്തു വരുന്ന കറണ്ടിന്റെ അതല്ലെങ്കിൽ വോൾട്ടേജ്, EMF എന്നോ നമ്മൾ കറണ്ട് എന്ന് പറയാം. ആദ്യം IF പറയാം, EF ലെ വോൾട്ടേജ് എന്ന് പറയാം. അങ്ങനെ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. നമ്മളതിനെ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് EMF എന്നാ പറയുന്നത്. പേര് തന്നെ ഉണ്ട്, ഒരു ഇൻസ്റ്റന്റിലെ EMF. അപ്പം T=2 സെക്കൻഡ്. എനിക്ക് വേണ്ടത് 2 സെക്കൻഡിലെ EF ആണ് വേണ്ടത്. ആണ് ഇൻസ്റ്റന്റേനിയസ് EF എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ 5 സെക്കൻഡിലെ EF വേണം, അതിനാണ് ഇൻസ്റ്റന്റേനിയസ് EF എന്ന് പറഞ്ഞത്. അതിന്റെ ഡെറിവേഷൻ ആണ് പഠിക്കാനുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഡെറിവേഷൻ എന്താണ്? എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് EMF ഓർ വോൾട്ടേജ്. ഓക്കെ, അത് കാണണം. അപ്പൊ അത് കാണാൻ വേണ്ടി ആദ്യം നമ്മള് 4ാമത്തെ ചാപ്റ്ററിലും 6ാമത്തെ ചാപ്റ്ററിലും പഠിച്ച ഇക്വേഷൻ എടുക്കുകയാണ്. ഒന്നാമത്തത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയാണ് കാണുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഞാൻ φ എന്ന് കൊടുക്കുന്നു. φ എങ്ങനെയാണ് കാണുന്നത്? φ ജനറൽ ആയിട്ട് കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഏരിയയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് കാണുന്നത്. ഞാൻ ഡോട്ട് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് BA cos θ എന്ന് കൊടുക്കുന്നു. BA cos θ. അപ്പൊ എങ്ങനെയാ ഫ്ലക്സ് കാണുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു cos θ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടേണിന്റെ ഫ്ലക്സ് ആണ് BA cos θ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരുപാട് ടേൺസ് ഉണ്ട്. ഈ ആർമേച്ചറിനകത്ത് ഒരുപാട് ടേൺസ് ഉണ്ട്. അപ്പൊ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? NBA എന്ന് കൊടുക്കും. ഒരു ടേണിന്റെ ഫ്ലക്സ് ആണ് BA cos θ. അങ്ങനെ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ NBA cos θ. ഇനി ഈ ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് നമ്മളെ ആംഗിൾ തീറ്റ എന്ന് കൊടുക്കാറില്ല. തീറ്റയ്ക്ക് പകരം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒമേഗ. കഴിഞ്ഞ പഠിച്ച ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലാർ വെലോസിറ്റി. അത് എങ്ങനെ കാണുന്നത്? ആംഗിൾ ഡിവൈഡ് ബൈ എന്താണ്? ടൈം.
ആംഗിൾ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, നമുക്ക് ആംഗിൾ എന്ന് വിളിച്ചാൽ മതി, ആംഗിൾ ബൈ ടൈം. ഇവിടെ തീറ്റ എങ്ങനെ കാണാം, ടി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, അപ്പൊ എന്ത് കിട്ടി, ഒമേഗ ടി ഈക്വൽ ടു തീറ്റ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് ആംഗിൾ തീറ്റയുടെ സ്ഥാനത്ത് എന്തേ കൊടുക്കൂ, ഒമേഗ ഇൻറ്റു ടി എ കൊടുക്കും. നമ്മൾ ഇക്വേഷൻ എന്തായി, ഫൈ ഈസ് ഈക്വൽ ടു NBA cos omega t. ഒമേഗ ടി എന്ന് കണ്ടാൽ ആലോചിക്കുന്ന ആംഗിൾ ആണ്. ഇനി എനിക്ക് വേണ്ടത് ഇ എം എഫ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ട് 6ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാ ഇ എം എഫ് കാണുന്നത്, ബൈ ഫാരഡേസ് ലോ, ലെൻസസ് ലോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇ എഫ് കാണുന്ന ഫോർമുല ഈ ചാപ്റ്ററിൽ നമ്മൾ ഇ എം എഫ് വോൾട്ടേജിന് രണ്ടും ഒരേ ലെറ്റർ വി ആണ് കൊടുക്കുന്നത്. വി എങ്ങനെ വി കാണുന്നത്, വി കാണുന്ന ഫോർമുല ഇതാണ്, മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ബൈ ഫാരഡേസ് ലോ, ബൈ ഏതോ ഫാരഡേസ് ലോ, അല്ലെങ്കിൽ നമുക്ക് ലെൻസ് ലോ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ ഇക്വേഷൻ പറയുന്നത് ഫാരഡേ ആണ്, ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഫാരഡേ ആണ്. ഈ മൈനസ് സൈൻ കൊടുക്കുന്നത് മാത്രമാണ് ലെൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫാരഡേസ് ലോ എന്ന് പറയുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞത്. അപ്പം വി എങ്ങനെ കാണുന്നത്, മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇ എം എഫ് കിട്ടും, അല്ലെങ്കിൽ വോൾട്ടേജ് കിട്ടും. ഏത് വോൾട്ടേജാ, ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് ഓർ വോൾട്ടേജ്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈയുടെ സ്ഥാനത്ത് ഫൈയുടെ വാല്യൂ കൊടുക്കുക, NBA കോസ് ഒമേഗ ടി. അപ്പം വിത്ത് റെസ്പെക്ട് ടൈം അല്ല ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, നമ്മള് മൈനസ് പുറത്തുണ്ട്, വി ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തുണ്ട്, N പുറത്തു വരുന്നു, B പുറത്തു വരുന്നു, A പുറത്തു വരുന്നു. അപ്പം NBA ഇത്രയും പുറത്തു വന്നു. അപ്പൊ ഡെറിവേറ്റീവ് ആർക്ക് മാത്രം കൊടുക്കുന്നു, ഡി ബൈ ഡി ടി ഓഫ് ആര് മാത്രം, കോസ് ഒമേഗ ടി. കാരണം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടൈമിനാണ്, ടൈം ഉള്ളതിന് മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ ടൈം ആരുടെ കൂടെയാ ഉള്ളത്, കോസിന്റെ കൂടെയാ ഉള്ളത്. അപ്പൊ കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് മാത്രം എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് ഈ വർഷം പഠിക്കുന്നതാണ്. നമ്മൾ എന്ത് എഴുതി, വി എഴുതി, ബാക്കി ഇവിടെ എഴുതാം, വി ഈസ് ഈക്വൽ ടു പുറത്ത് മൈനസ് NBA പുറത്തുണ്ട്. അടുത്തെന്താ, കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ്, ഒമേഗ ടിയോട് നിൽക്കട്ടെ, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം, കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്, മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്താണ്, ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണുള്ളത്, ഒമേഗ ടി. അപ്പം കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് ആയി കഴിഞ്ഞില്ല, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഈ വർഷം പഠിക്കുന്നതാ. ഈ ടി എന്ന് പറഞ്ഞ കോസിന് മാത്രമല്ല ബാധകം, ഒമേഗയ്ക്കും ബാധകമാണ്. അപ്പം കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി, ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒമേഗ. അപ്പൊ ടോട്ടൽ എന്തായി, വി ഈസ് ഈക്വൽ ടു ഈ മൈനസും ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, മൈനസ് പോയ ബാക്കി എന്താണത്, NBA. ഈ ഒമേഗ ഇവിടെ അകത്ത് എഴുതി. പിന്നെ എന്തുണ്ട്, സൈൻ ഒമേഗ ടി, വി ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. അപ്പൊ നോക്കി ആരുടെ സ്ഥാനത്താണ് VM വന്നത്, NBA ഒമേഗയുടെ സ്ഥാനത്താണ് VM വന്നത്. അപ്പൊ VMന്റെ വാല്യൂ എത്ര, VM ഈക്വൽ ടു NBA ഒമേഗ. അതിനെ പറഞ്ഞ പേര് പീക്ക് വോൾട്ടേജ് എന്ന് പറയും, അല്ലെ പീക്ക് EMF എന്ന് പറയും. VM മാക്സിമം, പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പൊ VM എങ്ങനെ കാണുന്നത്, NBA ഒമേഗ എന്ന് കാണും. അതിന്റെ പേരെന്താണ്, പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണുള്ള എക്സ്പ്രഷൻ, V is equal to VM sin omega t. നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി കാണാൻ പറയുന്നത് കറണ്ട് കാണാൻ പറയും. അപ്പൊ എങ്ങനെ കറണ്ട് കാണും, എളുപ്പമാണ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് കാണാനുള്ള ഫോർമുല V by R ആണ്, ബൈ ഓംസ് ലാ. ഓംസ് ലാ പഠിക്കുന്നുണ്ട്, V is equal to IR എന്ന് ഓംസ് ലാ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് I കണ്ടാൽ V by R, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. നോക്കാം, വോൾട്ടേജ് വിയുടെ വാല്യൂ ഡിറൈവ് ചെയ്തു, ഇൻസ്റ്റന്റേനിയസ് EMF, ഇത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, വിയുടെ വാല്യൂ എന്താ, VM sin omega t ഡിവൈഡ് എന്താണ് R.
നമുക്കറിയാം വി ബൈ ആർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് ആണ്. ഇവിടെ നോക്കി, ഇത് വോൾട്ടേജ് അല്ലേ? ഏത് വോൾട്ടേജാ? പീക്ക് വോൾട്ടേജ് ആണ്. അപ്പൊ പീക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് ആണ്. പീക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പീക്ക് കറണ്ട്. നമുക്ക് അതിനെന്ത് കൊടുക്കാം? ഐ എം എന്ന് കൊടുക്കാം. ഇപ്പുറത്ത് ഐ ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ എന്ന് പറഞ്ഞാൽ ഐ എം ആണ്. ഐ എം സൈൻ ഒമേഗ ടി. ഇതിനപ്പുറത്തെ പേരാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഐ എ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയും, ഐ എമ്മിനെ പീക്ക് കറണ്ട് എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ എ സി ജനറേറ്ററിൽ നിന്ന് പുറത്തു വരുന്ന ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെയും ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെയും എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ എ സി ജനറേറ്ററിന്റെ പുറത്തു വരുന്ന എ സി ഓൾട്ടർനേറ്റീവ് കറണ്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പറയാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം, രണ്ട് ഇക്വേഷൻ അറിയാമേ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഒമേഗ ടി എന്നാണ് ആംഗിൾ എന്ന് പറഞ്ഞത്. അടുത്ത ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം സൈൻ ഒമേഗ ടി. അത് നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നോക്കാം. എക്സ് ആക്സില് എക്സ് വാല്യൂ 0 ആണ്. ആംഗിൾ 0, ആംഗിൾ 0. ഇത് എവിടെയായിട്ട്? പൈ ബൈ 2. പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90. അടുത്ത് ഇത് എവിടെയായിട്ട്? പൈ 180. പൈ എന്ന് പറഞ്ഞാൽ 180. അടുത്ത് ഇവിടെ ആയിട്ടെന്ന് പറഞ്ഞാൽ 3 പൈ ബൈ 2, 270. ഇവിടെ ആയിട്ട് 2 പൈ. അത്രയും മതി. 360. മുകളിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. മുകളില് അതായത് വൈ ആക്സ് സൂചിപ്പിക്കുന്നത് കറണ്ട് അല്ലെങ്കിൽ ഇ എം എഫ് ആണ്. കറണ്ട് ഓർ ഇ എം എഫ്. അപ്പൊ വൈ ആക്സ് എന്താ സൂചിപ്പിക്കുന്നത്? കറണ്ട് ഓർ ഇ എം എഫ്. കറണ്ട് അല്ലെങ്കിൽ എന്താണ്? ഇ എം എഫ്. ഞാനത്തെ ഇ എഫിന്റെ കേസാണ്, വോൾട്ടേജിന്റെ കേസാണ് പറയുന്നത്. അതാ ഈ പോയിന്റ് ആണ് നമ്മുടെ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞ വി എം എന്ന് പറഞ്ഞ ഈ പോയിന്റ് വി എം. അതേ പോയിന്റ് താഴെ വരും, അതാണ് മൈനസ് വി എം. അപ്പൊ ഇതിനെയാണ് നമ്മൾ മൈനസ് വി എം എന്ന് പറയും. ഓക്കെ, നോക്കാം. ആംഗിൾ എന്ന് പറഞ്ഞ തീറ്റ, അതിവിടെ എന്താണ്? ഒമേഗ ടി ആണ്. അതിന് എത്രയും നിർത്തും? 0 നിർത്തും. 0 നിർത്തേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടി, സൈൻ 0, സൈൻ 0. സൈൻസിന്റെ വാല്യൂ എത്ര? 0. നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇത് 0 ആണ്. 0 ഇൻറ്റു വി എം എത്ര? അതും 0. വിയുടെ വാല്യൂ എത്രയും നീട്ടി? 0 നീട്ടി. അപ്പം ആംഗിൾ 0 ആവുമ്പോൾ വിയുടെ വാല്യൂ 0. അപ്പൊ ഇവിടെയാണ് 0 എന്ന് പറഞ്ഞ. അടുത്ത് ആംഗിൾ 90 ആയി. അപ്പൊ ഒമേഗ ടിയുടെ വാല്യൂ 90 ആണ്. പൈ ബൈ 2. സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ പൈ ബൈ 2 എത്ര? 1. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര? 1 ആണ്. 1 ഇൻറ്റു വി എം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വി എം തന്നെയാണ്. അപ്പൊ എന്താ? വി ഈസ് ഈക്വൽ ടു വി എം. സൈൻ പൈ ബൈ 2 വാല്യൂ 1 ആണ്. 1 ഇൻറ്റു വി എം എന്താ? വി എം. അപ്പം പൈ ബൈ 2 ആവുമ്പോൾ വാല്യൂ എത്ര കിട്ടി? വി എം കിട്ടി. അപ്പൊ ഇതാണ് വി എം. അടുത്തെന്താ? പൈ. ഇപ്പൊ ഒമേഗ ടി പൈ 180. അടുത്ത സൈൻ പൈ. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇത് 0 ആവുമ്പോൾ 0 ഇൻറ്റു വി എം എന്തായി? 0 ആയി. വിയുടെ വാല്യൂ 0. പൈയിൽ എന്താണ്? വിയുടെ വാല്യൂ 0. അടുത്ത എത്ര? ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 3 പൈ ബൈ 2 ആണ്. അതായത് 270 ആണ്. സൈൻ 3 പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 270 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ -1 ആയി. -1 ഇൻറ്റു വി എം, മൈനസ് വി എം. അപ്പൊ വിയുടെ വാല്യൂ എത്ര കിട്ടി? മൈനസ് വി എം എന്ന് കിട്ടി. വിയുടെ വാല്യൂ മൈനസ് വി എം. അപ്പം 270 ആവുമ്പോൾ എത്ര? മൈനസ് വി എം. ഇവിടെ ആയിട്ട് അടുത്ത ലാസ്റ്റ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി 2 പൈ. അപ്പം സൈൻ 2 പൈ 0, 360. 2 പൈ എന്ന് പറഞ്ഞാൽ 360 ആണ്. 0. അപ്പൊ 0 ആയ 0 ഇൻറ്റു വി എം 0. വിയുടെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ എന്തായി? ഈ വാല്യൂ 0 ആയി. വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് എന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം 180 മുകളില പോസിറ്റീവ് ആണ്, അടുത്ത 180 നെഗറ്റീവ് ആണ്, അടുത്ത 180 പോസിറ്റീവ് ആയിരിക്കും, അടുത്ത 180 നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈക്വൽ ഇന്റർവെലിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതിനെ പറഞ്ഞ ആ കറണ്ട് പറഞ്ഞ പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ ഈക്വൽ ഇന്റർവെലിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ആ കറണ്ട് പറഞ്ഞ പേരാണ് എ സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓക്കെ, അടുത്ത എന്ത് വരയ്ക്കണം? കറണ്ട് വരയ്ക്കണം.
വേറെ ഒന്നുമില്ല, കറന്റും കൂടെ വരുന്ന സൈൻ ഒമേഗ ടി അതിൻ്റെയുള്ളത് ഒമേഗ ടി അല്ലേ, അപ്പൊ ഇതേ വാല്യൂസ് തന്നെയാണ്, സെയിം വാല്യൂ വരും. ആദ്യം 0 കൊടുത്താൽ ഐയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 0 വ്യത്യാസമൊന്നുമില്ല, ഐയുടെ വാല്യൂ എന്താവും 0. ഇവിടെ ഐയുടെ വാല്യൂ IM ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. ഐയുടെ വാല്യൂ എത്രയായി IM ആയി. ഇവിടെ ഐയുടെ വാല്യൂ എത്രയാണ് 0. ഇവിടെ ഐയുടെ വാല്യൂ എത്രയാവും -IM ആവും. ഇവിടെ ഐയുടെ വാല്യൂ എത്ര 0. അതൊന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. ഇനി എനിക്ക് IM അടയാളപ്പെടുത്തണ്ടേ, IM ഉം VM ഈക്വൽ ആണ്. അതെന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല, കാരണം നമ്മൾ IM ഇങ്ങനെ ഇത് ഡെറിവേഷൻ നോക്കിയാൽ മതി, VM/R ആണ് IM എന്ന് പറഞ്ഞു. അതായത് VM ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് IM എന്ന് പറഞ്ഞത്. ഡിവൈഡ് ചെയ്യല്ലേ, ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ കുറയും. അപ്പം IM എന്ന് പറഞ്ഞാൽ VM-നേക്കാൾ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യണം, VM-ന് താഴെയായിട്ട് IM അടയാളപ്പെടുത്താം. അപ്പൊ ഇതാണ് IM എന്ന് പറഞ്ഞത്. അതേ വാല്യൂ ഇവിടെയും കൊടുക്കാം, -IM. ഇനി ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ എന്താ കിട്ടുന്നത്, അതുപോലെ സെയിം വാല്യൂസ് എന്താ 90 മാക്സിമം ആവും, 270 റിവേഴ്സ് മാക്സിമം ആവും, ബാക്കിയെല്ലാം 0. ഞാൻ അതിങ്ങി വരയ്ക്കുകയാണെങ്കിൽ കിട്ടും, അതേ ഷേപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ആ പീക്ക് വാല്യൂ അല്പം കുറച്ച് വരയ്ക്കാം, അത്രേ ഉള്ളൂ. ഇതാണ് കറന്റിന്റെ ഇൻസ്റ്റന്റസ് കറന്റിന്റെ ഗ്രാഫ്, ഇത് ഇൻസ്റ്റന്റസ് വോൾട്ടേജിന്റെ ഗ്രാഫ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ AC ജനറേറ്റർ എന്ന് പറഞ്ഞു.